പ്രതിസന്ധികൾക്കിടയിലും കുതിച്ചുയരുകയാണ് ഇന്ത്യ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കരുത്തുറ്റ മുന്നേറ്റം തുടരുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ രാജ്യം 7.8% GDP വളർച്ച രേഖപ്പെടുത്തി. ഇതോടെ 2025-26 സാമ്പത്തിക വർഷത്തെ ആകെ വളർച്ച 7.7% ഉയർന്നു. മുൻപ് സർക്കാർ കണക്കാക്കിയിരുന്ന 7.6%-ത്തേക്കാൾ മികച്ച വളർച്ചയാണിത്. US-ഇറാൻ സംഘർഷം പശ്ചാത്തലത്തിലും ഇന്ത്യ ഈ സാമ്പത്തിക നേട്ടം കൈവരിച്ചത് ശ്രദ്ധേയമാണ്. വിദേശ വ്യാപാരാന്തരീക്ഷം ദുർബലമായിട്ടും ആഭ്യന്തര ഡിമാൻഡ് തുടർന്നതാണ് ഇന്ത്യയെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയെ ശക്തമാക്കി നിലനിർത്തിയത്. വ്യാപാരം, ഹോട്ടലുകൾ, ഗതാഗതം, വാർത്താവിനിമയം തുടങ്ങിയ സേവന മേഖലകൾ 12.5% വൻ വളർച്ച കൈവരിച്ചു. ധനകാര്യം, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ 10.4% വളർച്ചയുണ്ടായി. നിർമ്മാണ മേഖല 8.4%, മാനുഫാക്ചറിംഗ് മേഖല 7.3% വളർച്ച രേഖപ്പെടുത്തി. ജനുവരി-മാർച്ച് പാദത്തിൽ ഇന്ത്യയുടെ റിയൽ GDP 87.77 ലക്ഷം കോടി രൂപയായി ഉയർന്നു. മുൻവർഷം ഇതേ കാലയളവിൽ ഇത് 81.40 ലക്ഷം കോടി രൂപയായിരുന്നു. നോമിനൽ GDP 9.1% വളർച്ചയോടെ 94.65 ലക്ഷം കോടി രൂപയിലെത്തി. അടുത്ത സാമ്പത്തിക വർഷത്തിൽ വളർച്ചാ നിരക്ക് 7% തുടരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എങ്കിലും US-ഇറാൻ സംഘർഷം മൂലം ഉയരാൻ സാധ്യതയുള്ള എണ്ണവിലയും എൽനിനോ പ്രതിഭാസവും കാരണമുണ്ടായേക്കാവുന്ന ദുർബലമായ കാലവർഷവും കാർഷിക മേഖലയും ഗ്രാമീണ ഡിമാൻഡിനെയും ബാധിച്ചേക്കാമെന്ന് ICRA മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ GDP വളർച്ചയെ കാര്യമായി സ്വാധീനിച്ചേക്കാം. 2026 സാമ്പത്തിക വർഷത്തിലെ 4 പാദങ്ങളിലെയും ലഭ്യമായ യഥാർത്ഥ ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് താൽക്കാലിക എസ്റ്റിമേറ്റുകൾ. ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ സെക്കൻഡ് അഡ്വാൻസ് എസ്റ്റിമേറ്റുകളിൽ നിന്നുള്ള ഒരു പരിഷ്കരണമാണിത്. ഡിസംബർ പാദം വരെയുള്ള ഡേറ്റ മാത്രം ഉപയോഗിച്ച് ഇവ സമാഹരിച്ചു. ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 2026 സാമ്പത്തിക വർഷം മുഴുവൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സ്ഥിരതയോടെ തുടരുന്നു എന്നാണ്. GDPയും മൊത്ത മൂല്യവർദ്ധിത വളർച്ചയും മുൻവർഷത്തെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടു. നികുതികളും സബ്സിഡികളും ഒഴികെയുള്ള സാമ്പത്തിക ഉൽപാദനം അളക്കുന്ന യഥാർത്ഥ GVA FY26-ൽ 7.9% വളർച്ച കൈവരിച്ചു. FY25-ൽ ഇത് 7.3% നിലവിലെ വിലയിൽ നാമമാത്രമായ GVA 9.1% ഉയർന്ന് 314.87 ലക്ഷം കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇത് 288.54 ലക്ഷം കോടി രൂപയായിരുന്നു. സമ്പദ് വ്യവസ്ഥയിലുടനീളമുള്ള വിശാലമായ വളർച്ചയിലേക്കാണ് ഡേറ്റ വിരൽ ചൂണ്ടുന്നത്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ പങ്ക് സേവന മേഖല തുടരുമ്പോൾ ഉൽപാദനം, നിർമ്മാണം, മറ്റ് വ്യാവസായിക മേഖലകൾ എന്നിവയും വികാസത്തിന് കാരണമായി. വ്യാവസായിക ഉൽപാദനം, GST കളക്ഷൻ, കോർപ്പറേറ്റ് സാമ്പത്തിക ഫലങ്ങൾ, വാഹന വിൽപ്പന, ചരക്ക് നീക്കം, ടെലികോം ഉപയോഗം, ബാങ്കിംഗ് പ്രവർത്തനം, നികുതി പിരിവ്, വ്യാപാര ഡേറ്റ എന്നിവയുൾപ്പെടെ വിവിധ സൂചകങ്ങൾ ഉപയോഗിച്ചാണ് എസ്റ്റിമേറ്റുകൾ സമാഹരിച്ചതെന്ന് സർക്കാർ പറയുന്നു. 2026 സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ സമ്പദ് വ്യവസ്ഥ ശക്തമായ ചലനാത്മകത നിലനിർത്തി. ജനുവരി-മാർച്ച് കാലയളവിൽ യഥാർത്ഥ GDP 87.77 ലക്ഷം കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 81.40 ലക്ഷം കോടി രൂപയായിരുന്നു. അതായത് 7.8% വളർച്ച. ഈ പാദത്തിൽ നാമമാത്ര GDP 9.1% വർദ്ധിച്ച് 94.65 ലക്ഷം കോടി രൂപയായി. മാർച്ച് പാദത്തിൽ യഥാർത്ഥ GVA 7.9% വളർച്ച കൈവരിച്ചപ്പോൾ നാമമാത്ര GVA 9.9% വർദ്ധിച്ചു. ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസങ്ങളിൽ ആഭ്യന്തര ആവശ്യം സ്ഥിരതയോടെ തുടർന്നു എന്നാണ്. ഇത് വെല്ലുവിളി നിറഞ്ഞ ആഗോള പശ്ചാത്തലത്തിനിടയിലും വളർച്ചയെ പിന്തുണയ്ക്കാൻ സഹായിച്ചു. ഈ വർഷം ഫെബ്രുവരിയിൽ സർക്കാർ അവതരിപ്പിച്ച 2022-23 അടിസ്ഥാന വർഷമായുള്ള പുതിയ GDP പരമ്പരയുടെ ഭാഗമാണ് 2026 സാമ്പത്തിക വർഷത്തിന്റെ താൽക്കാലിക കണക്കുകൾ. 4-ാം പാദത്തിൽ ലഭിച്ച അപ്ഡേറ്റ് ചെയ്തതും വിവരങ്ങളും മുൻ പാദങ്ങളിലെ പുതുക്കിയ ഡേറ്റയും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് MOSPI പറഞ്ഞു. 2022-23 അടിസ്ഥാന വർഷത്തെ അടിസ്ഥാനമാക്കി പുതുക്കിയ വ്യാവസായിക ഉൽപാദന സൂചിക, മൊത്തവില സൂചിക പരമ്പര എന്നിവ ഭാവിയിലെ GDP റിലീസുകളിൽ ഉൾപ്പെടുത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. 2027 സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ-ജൂൺ പാദത്തെ ഉൾക്കൊള്ളുന്ന അടുത്ത ത്രൈമാസ GDP കണക്കുകൾ 2026 ഓഗസ്റ്റ് 31 പുറത്തിറങ്ങും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.